എല്ലാവർക്കും നമസ്കാരം ബ്രദേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു വണ്ടി RX-G96 മോഡലാണ്. അപ്പോൾ അത് RX-135 ആയിട്ട് കൺവേർട്ട് ചെയ്ത കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, RX-Gക്ക് നമ്മുടെ നാട്ടിൽ ലോകത്തിലെ നമ്പർ 1 ഡ്രാഗ് റേസിംഗ് മെഷീനായിരുന്നു 96-97 പോലും നമ്മുടെ നാട്ടിൽ മൈലേജ് നോക്കുന്നത് കൊണ്ട് പിന്നെ ഒരു ജെർക്കിങ് നല്ല രീതിയിൽ കൈ കൊടുത്തിട്ട് കൈ പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജെർക്കിങ്ങിൻ്റെ പ്രശ്നവും കൂടെ RX-Gക്ക് ഉണ്ടായിരുന്നു. ഈ പ്രശ്നം വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ RX-100 നിർത്തിയതിന് ശേഷം 96-97 കാലഘട്ടത്തിലായിട്ട് കമ്പനി ഇറക്കിയതാണ് RX-G. അപ്പോൾ പല സാധനങ്ങളും 100ൻ്റെ അതുപോലെ തന്നെ ഇട്ടു. അപ്പോൾ അതിൻ്റെ വരുംവരായികൾ ചിന്തിക്കാനുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഫ്ലോപ്പ് ആയതുകൊണ്ട് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ 100 RX-G, RX-135 4 സ്പീഡ് 5 സ്പീഡ്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പക്ഷേ ഈ ചെറിയ വ്യത്യാസങ്ങൾ പോലും BHP നല്ലപോലെ ബാധിക്കും. ഇപ്പോൾ 10.5 BHP RX-100-നുള്ള 11.5 ആയിരുന്നു RX-Gക്ക്, 12.5 ആണ് RX-G 135-ന്, RX-135 4 സ്പീഡിന്, 14.5 ആണ് 5 സ്പീഡിന്. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളെങ്കിൽ പോലും ഞാൻ ഈ പോളിടെക്നിക്കൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത്ര ഗഹനമായിട്ടൊന്നും അറിയത്തില്ല. എന്നാൽ പോലും വ്യക്തമായ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാതിരുന്നതാണ് പ്രധാനമായിട്ടും. വണ്ടി ഉപയോഗിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ 2 വണ്ടിയുണ്ട്. ഒന്ന് ഒരു 350-യും അപ്പോൾ പിന്നെ വേറൊരു കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം അതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇതങ്ങനെ ഉപയോഗിക്കാതിരുന്നു. പക്ഷേ ടെസ്റ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ 2027-ലാണ് നെക്സ്റ്റ് ടെസ്റ്റ്. ഇനിയും 3 വർഷമുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇതൊന്ന് നമ്മുടെ പഴയ കോളേജ് ദിവസങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന, കോളേജ് കാലഘട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്ന വണ്ടി ആയതുകൊണ്ടും പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് RX-നോടൊരു ട്രെൻഡ് എല്ലാവർക്കും ഉള്ളതുകൊണ്ടും ഒന്ന് നമ്മുടെ കയ്യിലുള്ള, ഞാൻ അത്ര ഫിനാൻഷ്യലായിട്ടുള്ളതെല്ലാം നമ്മളൊരു സാധാരണക്കാരനാണ്. അപ്പോൾ കയ്യിലുള്ള കാശിന് അനുസരിച്ച് എന്തായാലും ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ധൃതിയില്ല, ഓരോരോ പാർട്ടായിട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കുറേ ഗൂഗിൾ ചെയ്തു. പിന്നെ കമ്പനി കാറ്റലോഗിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി. എങ്ങനെയാണ് ഇപ്പോൾ ഈ RX-Gയിൽ നിന്ന് ഉദാഹരണത്തിന് സിലിണ്ടർ കിറ്റ് മാറണം. RX-Gയുടെ സിലിണ്ടർ കിറ്റ് മാറി RX-135ൻ്റെ സിലിണ്ടർ കിറ്റ് ഇടണം. അപ്പോൾ സിലിണ്ടർ കിറ്റ് പിന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, കംബോഡിയ ഇവിടെയൊക്കെ കിട്ടും. അത് പക്ഷേ RX-Kingൻ്റെതാണ് 175ൻ്റെ അല്ലെ YB 125ൻ്റെ. അപ്പോൾ ഷാർപ്പായിട്ട് ഇതിൻ്റെ കിട്ടത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയില്ല കറക്റ്റ് ആ BHPയിൽ കിട്ടണമെങ്കിൽ. ഇപ്പോൾ RX-Kingന് 18.5 ആണ് BHP ഔട്ട്പുട്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇന്ത്യയിൽ തന്നെ നമ്മുടെ നല്ല ചില കമ്പനികൾ ഇപ്പോഴും ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഗോയറ്റ്സ് കണക്കുള്ള കമ്പനി, പിന്നെ 1-2 മീഡിയം ലെവല്, പിന്നെ ജാത്തൻ ലെവല് കമ്പനി 1-2 ഇവരൊക്കെ ഇറക്കുന്നുണ്ട്. ഓൺലൈനിൽ നമുക്ക് അവൈലബിളുമാണ്. എന്തായാലും ഞാനൊരു 10,000 രൂപ ചിലവാക്കി 135ൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സിലിണ്ടർ കിറ്റ് മേടിച്ചു. അത് വന്നപ്പോൾ ഈ പറഞ്ഞ കണക്ക് അവരുടെ ഹാൻഡ്ലിങ് തകരാറ് കൊണ്ട് ചെറിയൊരു ഫിൻ ലീഫിന് ഒരു പൊട്ടലുണ്ടായിരുന്നു. അത് പോട്ടെ, അത് വിഷയമില്ല. വണ്ടി എൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് RX-G ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കാഞ്ഞെന്ന് പറഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ട്. 96 വണ്ടിയാണ്. കാലപ്പഴക്കം കൊണ്ട് വണ്ടിക്ക് വലിവില്ല. വണ്ടി ആകെ ഒരു അടിച്ചിൽ വണ്ടി. ഈ മേസ്ത്രിമാർ പറയത്തില്ല അടിച്ചിൽ വണ്ടി എന്നൊക്കെ. അതായത് മൊത്തത്തിൽ വണ്ടി ടെസ്റ്റ് പാസ്സായെന്നേ ഉള്ളൂ. ഒരു സെമി സ്ക്രാപ്പ് കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയാണ്. അതേപോലെ എൻജിനിൽ നിന്നുള്ള നരകം പിടിച്ച ശബ്ദവും എല്ലാം കൊണ്ടും ദുരിതമായിരുന്നു. അപ്പോൾ ഇതൊരു വാല്യൂവും ഇല്ല, ഇനീഷ്യൽ പിക്കപ്പ് ഇല്ല, പിന്നെ മൊത്തത്തിൽ പോയി കിടക്കുന്നൊരു പരുവം. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ആദ്യം എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയ്ക്ക് സ്റ്റെപ്പ് 1 ആണ് ഓർമ്മമാണ്. ഒരു 10,000 രൂപയ്ക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് സ്റ്റാൻഡേർഡ് സിലിണ്ടർ കിറ്റ് മേടിച്ചു. അപ്പോൾ സിലിണ്ടർ കിറ്റ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പരിശോധിച്ചു. അപ്പോൾ സിലിണ്ടർ കിറ്റിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് പിസ്റ്റൺ ഉണ്ട്, പിസ്റ്റൺ റിങ്സ് ഉണ്ട്, സകല കിടുപിടിയും മറ്റേ പിന്ന് വരെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഹെഡാണ്. അപ്പോൾ കാര്യമെന്ന് പറഞ്ഞാൽ RX-Gയുടെ ഹെഡും RX-135ൻ്റെ ഹെഡും 135 5 സ്പീഡിൻ്റെ ഹെഡും ഒക്കെ തങ്ങളിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ കംപ്രഷൻ ചേമ്പർ അതായതുകൊണ്ട് ഈ കംപ്രഷൻ റേഷ്യോയെ ഇത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ
അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം ബ്രദേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു വണ്ടി RX-G96 മോഡലാണ്. അപ്പോൾ അത് RX-135 ആയിട്ട് കൺവേർട്ട് ചെയ്ത കാര്യങ്ങളാണ്. കാര്യം സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, RX-Gക്ക് നമ്മുടെ നാട്ടിൽ ലോകത്തിലെ നമ്പർ 1 ഡ്രാഗ് റേസിംഗ് മെഷീൻ ആയിരുന്നു 96-97 പോലും നമ്മുടെ നാട്ടിൽ മൈലേജ് നോക്കുന്നത് കൊണ്ട് പിന്നെ ഒരു ഇടിപ്പ്, ഒരു ജെർക്കിങ് നല്ല രീതിയിൽ കൈ കൊടുത്തിട്ട് കൈ പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജെർക്കിങ്ങിൻ്റെ പ്രശ്നവും കൂടെ RX-Gക്ക് ഉണ്ടായിരുന്നു. ഈ പ്രശ്നം വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ RX-100 നിർത്തിയതിന് ശേഷം 96-97 കാലഘട്ടത്തിലായിട്ട് കമ്പനി ഇറക്കിയതാണ് RX-G. അപ്പോൾ പല സാധനങ്ങളും 100ൻ്റെ അതുപോലെ തന്നെ ഇട്ടു. അപ്പോൾ അതിൻ്റെ വരായികൾ ചിന്തിക്കാനുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഫ്ലോപ്പ് ആയതുകൊണ്ട് എല്ലാ ഏകദേശം ഒരു 100 RX-G, RX-135 4 സ്പീഡ് 5 സ്പീഡ്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പക്ഷേ ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും BHPയെ നല്ലപോലെ ബാധിക്കും. ഇപ്പോൾ 10.5 BHP RX-100-നുള്ള 11.5 ആയിരുന്നു RX-Gക്ക്, 12.5 ആണ് RX-G 135-ന്, RX-135 4 സ്പീഡിന്, 14.5 ആണ് 5 സ്പീഡിന്. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളെങ്കിൽ പോലും ഞാൻ ഈ പോളിടെക്നിക്കൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത്ര ഗഹനമായിട്ടൊന്നും അറിയത്തില്ല. എന്നാൽ പോലും വ്യക്തമായ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാതിരുന്നതാണ് പ്രധാനമായിട്ടും. വണ്ടി ഉപയോഗിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ 2 വണ്ടിയുണ്ട്. ഒന്ന് ഒരു 100-350, അപ്പോൾ പിന്നെ വേറൊരു കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം അതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇതങ്ങനെ ഉപയോഗിക്കായിരുന്നു. പക്ഷേ ടെസ്റ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ 2027-ലാണ് നെക്സ്റ്റ് ടെസ്റ്റ്. ഇനിയും 3 വർഷമുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇതൊന്ന് നമ്മുടെ പഴയ കോളേജ് ദിവസങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന, കോളേജ് കാലഘട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്ന വണ്ടി ആയതുകൊണ്ട്, പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് RX-നോടൊരു ട്രെൻഡ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഒന്ന് നമ്മുടെ കയ്യിലുള്ള, ഞാൻ അത്ര ഫിനാൻഷ്യലായിട്ടുള്ളതെല്ലാം നമ്മളൊരു സാധാരണക്കാരനാണ്. അപ്പോൾ കയ്യിലുള്ള കാശിന് അനുസരിച്ച് എന്തായാലും ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ധൃതിയില്ല, ഓരോരോ പാർട്ടായിട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കുറേ ഗൂഗിൾ ചെയ്തു. പിന്നെ കമ്പനി കാറ്റലോഗിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി. എങ്ങനെയാണ് ഇപ്പോൾ ഈ RX-Gയിൽ നിന്ന് ഉദാഹരണത്തിന് സിലിണ്ടർ കിറ്റ് മാറണം. RX-Gയുടെ സിലിണ്ടർ കിറ്റ് മാറി RX-135ൻ്റെ സിലിണ്ടർ കിറ്റ് ഇടണം. അപ്പോൾ സിലിണ്ടർ കിറ്റ് പിന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, കംബോഡിയ ഇവിടെയൊക്കെ കിട്ടും. അത് പക്ഷേ RX-Kingൻ്റെതാണ് 175ൻ്റെ, അല്ലെ YB 125ൻ്റെ. അപ്പോൾ ഷാർപ്പായിട്ട് ഇതിൻ്റെ കിട്ടത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയില്ല കറക്റ്റ് BHPയിൽ കിട്ടണമെങ്കിൽ. ഇപ്പോൾ RX-Kingന് 18.5 ആണ് BHP ഔട്ട്പുട്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇന്ത്യയിൽ തന്നെ നമ്മുടെ നല്ല ചില കമ്പനികൾ ഇപ്പോഴും ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഗോയറ്റ്സ് കണക്കുള്ള കമ്പനി, പിന്നെ 1-2 മീഡിയം ലെവല്, പിന്നെ ജാത്തൻ ലെവല് കമ്പനി 1-2 ഇവരൊക്കെ ഇറക്കുന്നുണ്ട്. ഓൺലൈനിൽ നമുക്ക് അവൈലബിളുമാണ്. എന്തായാലും ഞാനൊരു 10,000 രൂപ ചിലവാക്കി 135ൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സിലിണ്ടർ കിറ്റ് മേടിച്ചു. അത് വന്നപ്പോൾ ഈ പറഞ്ഞ കണക്ക് അവരുടെ ഹാൻഡ്ലിങ് തകരാറ് കൊണ്ട് ചെറിയൊരു ഫിൻ ലീഫിന് ഒരു പൊട്ടലുണ്ടായിരുന്നു. അത് പോട്ടെ, അത് വിഷയമില്ല. വണ്ടി എൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് RX-G ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കാഞ്ഞതെന്ന് പറഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ട്. 96 വണ്ടിയാണ്. കാലപ്പഴക്കം കൊണ്ട് വണ്ടിക്ക് വലിവില്ല. വണ്ടി ആകെ ഒരു അടിച്ചിൽ വണ്ടി. ഈ മേസ്ത്രിമാർ പറയത്തില്ല അടിച്ചിൽ വണ്ടി എന്നൊക്കെ. അതായത് മൊത്തത്തിൽ വണ്ടി ടെസ്റ്റ് പാസ്സായെന്നേ ഉള്ളൂ. ഒരു സെമി സ്ക്രാപ്പ് കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയാണ്. അതേപോലെ എൻജിനിൽ നിന്നുള്ള നരകം പിടിച്ച ശബ്ദവും എല്ലാം കൊണ്ടും ദുരിതമായിരുന്നു. അപ്പോൾ ഇതൊരു വാല്യൂവും ഇല്ല, ഇനീഷ്യൽ പിക്കപ്പ് ഇല്ല, പിന്നെ മൊത്തത്തിൽ പോയി കിടക്കുന്നൊരു പരുവം. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ആദ്യം എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയ്ക്ക് സ്റ്റെപ്പ് 1 ആണ് ഓർമ്മമാണ്. ഒരു 10,000 രൂപയ്ക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് സ്റ്റാൻഡേർഡ് സിലിണ്ടർ കിറ്റ് മേടിച്ചു. അപ്പോൾ സിലിണ്ടർ കിറ്റ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു, പരിശോധിച്ചു. അപ്പോൾ സിലിണ്ടർ കിറ്റിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് പിസ്റ്റൺ ഉണ്ട്, പിസ്റ്റൺ റിങ്സ് ഉണ്ട്, സകല കിടുപിടിയും മറ്റേ പിന്ന് വരെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഹെഡാണ്. അപ്പോൾ കാര്യമെന്ന് പറഞ്ഞാൽ RX-Gയുടെ ഹെഡും RX-135ൻ്റെ ഹെഡും 135 5 സ്പീഡിൻ്റെ ഹെഡും ഒക്കെ തങ്ങളിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ കംപ്രഷൻ ചേമ്പർ അതായതുകൊണ്ട് ഈ കംപ്രഷൻ റേഷ്യോയെ ഇത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ